നമസ്കാരം. KAS മെന്ററിലേക്ക് സ്വാഗതം. ജൂൺ 8 മുതൽ 14 വരെയുള്ള തീയതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കറണ്ട് അഫയേഴ്സിന്റെ അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ആദ്യമായി നോക്കുന്നത് നാഷണൽ ന്യൂസ് ആണ്. അതിൽ ഒന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് 2019-20 പുറത്തിറക്കി. എന്താണ് ഈ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ്? അതായത് സ്കൂൾ വിദ്യാഭ്യാസത്തിലെ ലേണിംഗ് ഔട്ട്കംസ്, ആക്സസ് ആൻഡ് ഇക്വിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എന്നിവയിൽ വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നടത്തുന്ന പ്രോഗ്രസിനെ മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 2019-20 ഇൻഡെക്സിൽ പഞ്ചാബ്, ചണ്ഡീഗഡ്, തമിഴ്നാട്, കേരള, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്നിവയാണ് ഏറ്റവും ടോപ്പ് പൊസിഷനുകളിൽ എത്തിയിരിക്കുന്നത്. 70 ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ ഒരു അസസ്മെന്റിന് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതിന്റെ എയിം എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ചസ് കൊണ്ടുവരിക, ഈ ചേഞ്ചസ് സ്പീഡപ്പ് ചെയ്യുക എന്നിവയൊക്കെയാണ്. രണ്ടാമത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ മാരിടൈം ക്ലസ്റ്റർ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ സ്ഥാപിക്കാൻ പോകുന്നു. ഇന്ത്യയുടെ മാരിടൈം ക്ലസ്റ്ററിനെ ശക്തിപ്പെടുത്തുക, അതുപോലെ മാരിടൈം സെക്ടറിൽ ഇന്ത്യക്ക് ഒരു സെൽഫ് റിലയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നിവയൊക്കെയാണ് ഈ ഒരു മാരിടൈം ക്ലസ്റ്ററിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ ഇത് സ്ഥാപിക്കപ്പെടുന്നത് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ്. ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി എന്നാണ്. അപ്പോൾ പോർട്സ്, ഷിപ്പിംഗ്, ലോജിസ്റ്റിക് സർവീസ് പ്രൊവൈഡേഴ്സ്, ഗവൺമെന്റ് റെഗുലേറ്റേഴ്സ് എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു ഡെഡിക്കേറ്റഡ് ഏരിയ ആയിട്ടാണ് ഈ ഒരു മാരിടൈം ക്ലസ്റ്ററിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ഒരു വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യയിലെ MSMEകളെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് വേൾഡ് ബാങ്ക് $500 മില്യൺ ഒരു ലോൺ പ്രോഗ്രാം അപ്രൂവ് ചെയ്തു. ഈ പ്രോഗ്രാമിന്റെ പേര് റേസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് പെർഫോമൻസ് എന്നാണ്. നമുക്കിതിനെ RAMP എന്ന് ചുരുക്കി വിളിക്കാം. MSME സെക്ടറിനെ ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പരിശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് റാംപ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ IRDB. അപ്പോൾ ഈ IRDB ആണ് ഈ $500 മില്യൺ പ്രൊവൈഡ് ചെയ്യുന്നത്. IRDB എന്നത് വേൾഡ് ബാങ്കിന്റെ ഒരു ആണ്. അതുപോലെ ഈ ലോണിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 18.5 വർഷമാണ്. കൂടാതെ 5.5 വർഷത്തെ ഒരു ഗ്രേസ് പീരീഡും വേൾഡ് ബാങ്ക് ഈ ഒരു ലോണിന് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം വഴി ഏതാണ്ട് 5,55,000 MSME യൂണിറ്റുകളെ ഇംപ്രൂവ് ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. അടുത്ത ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഹരിയാന ഗവൺമെന്റ് മരങ്ങളെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായി പ്രാൺവായു ദേവതാ പെൻഷൻ സ്കീമും ഓക്സിവൻ ഇനിഷ്യേറ്റീവും ലോഞ്ച് ചെയ്തു. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പൊ നമുക്കറിയേണ്ടത് എന്താണ് ഈ പ്രാൺവായു ദേവതാ പെൻഷൻ സ്കീം, എന്താണ് ഈ ഓക്സിവൻ ഇനിഷ്യേറ്റീവ് എന്നതാണ്. പ്രാൺവായു ദേവതാ പെൻഷൻ സ്കീം എന്നത് 75 അതിലധികമോ വർഷം പ്രായം ചെന്ന വൃക്ഷങ്ങളെ ആദരിക്കുന്ന ഒരു സ്കീമാണ്. അപ്പോൾ ഇത്തരം മരങ്ങളുടെ പരിപാലനത്തിനായിട്ട് പ്രതിവർഷം 2,500 രൂപ വീതം ഒരു ട്രീ പെൻഷനായിട്ട് ഗവൺമെന്റ് അനുവദിക്കും. അതുപോലെ ഓക്സിവൻ ഇനിഷ്യേറ്റീവ്. അപ്പോൾ ഈ ഇനിഷ്യേറ്റീവിലൂടെ സംസ്ഥാനത്ത് ഏതാണ്ട് 3 കോടി സാപ്ലിങ്സ് മരങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ നട്ടുപിടിപ്പിക്കുക എന്നതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റേഷൻ നടത്തുന്നത് പഞ്ചായത്ത് ഭൂമികളിലായിരിക്കും. ഈ ഭൂമികളെ ഓക്സിവൻ എന്ന് നാമകരണം ചെയ്യും. അടുത്ത വാർത്ത, സെൻട്രൽ ഗവൺമെന്റ് ഫ്രീ ഫുഡ് ഗ്രെയിൻ സ്കീം നവംബർ 2021 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ഗവൺമെന്റ് ഫ്രീ ഫുഡ് ഗ്രെയിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന അല്ലെങ്കിൽ PMGKAY എന്ന് പറയുന്ന സ്കീമിന് കീഴിലാണ്. ഏതാണ്ട് 80 കോടി ആളുകൾക്കാണ് ഇങ്ങനെ ഫ്രീ ഫുഡ് ഗ്രെയിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. PMGKAY വഴി പ്രതിമാസം ഒരാൾക്ക് 5 കിലോ ഭക്ഷ്യധാന്യങ്ങളാണ് ഇപ്പോൾ നൽകി വരുന്നത്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന് കീഴിലാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് നടത്തുന്നത്. അതുപോലെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ FCI ആണ് ഈ ഭക്ഷ്യധാന്യങ്ങളുടെ ശേഖരണം, വിതരണം എന്നിവ നടത്തുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്ന വാർത്ത, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ 2019-20 റിപ്പോർട്ട് പുറത്തിറക്കി. ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷന്റെ കറന്റ് സ്റ്റേറ്റസ് എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ഡേറ്റയാണ് ഈ ഒരു റിപ്പോർട്ട് നമുക്ക് നൽകുന്നത്. ഇപ്പോൾ 2019-20 റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ 10th എഡിഷൻ ആണ്. ഈ ഒരു റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും മെഷർ ചെയ്യുന്നത് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ അല്ലെങ്കിൽ GER, പ്യൂപ്പിൾ ടീച്ചർ റേഷ്യോ അല്ലെങ്കിൽ PTR, ജെൻഡർ പാരിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ GPI, പെർ സ്റ്റുഡന്റ് എക്സ്പെൻഡിച്ചർ എന്നിവയാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 5 വർഷങ്ങളായി, അതായത് 2015-16 മുതൽ 2019-20 വരെയുള്ള ഒരു ടൈം പീരീഡിൽ സ്റ്റുഡന്റ് എൻറോൾമെന്റ് 11.4% വർദ്ധിച്ചു എന്നാണ്. ഈ സെയിം പീരീഡിലുള്ള ഫീമെയിൽ എൻറോൾമെന്റ് എന്ന് പറയുന്നത് 18.2%. അതുപോലെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് 27.1%. ജെൻഡർ പാരിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.01 ആണ്. പ്യൂപ്പിൾ ടീച്ചർ റേഷ്യോ എന്ന് പറയുന്നത് 26 ആണ്. അതുപോലെ ഉത്തർപ്രദേശിലാണ് ഏറ്റവും അധികം സ്റ്റുഡന്റ് എൻറോൾമെന്റ് നടന്നിരിക്കുന്നത്, ഫോളോഡ് ബൈ മഹാരാഷ്ട്ര ആൻഡ് തമിഴ്നാടു. അടുത്ത ഒരു വാർത്ത എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് മിനിസ്ട്രി മോഡൽ പഞ്ചായത്ത് സിറ്റിസൺ ചാർട്ടർ ലോഞ്ച് ചെയ്തു.
എന്താണ് ഈ മോഡൽ പഞ്ചായത്ത് സിറ്റിസൺ ചാർട്ടർ? അതായത് ഗവൺമെന്റ് സർവീസുകളെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക, പരാതികൾക്ക് പരിഹാരം കാണുക, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾക്കായി പുറത്തിറക്കിയിരിക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ് ഈ ഒരു മോഡൽ പഞ്ചായത്ത് സിറ്റിസൺ ചാർട്ടർ എന്ന് പറയുന്നത്. 2021 ഓഗസ്റ്റ് 15 പഞ്ചായത്തുകൾ ഈ ഒരു ഫ്രെയിംവർക്ക് അഡോപ്റ്റ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സിറ്റിസൺ ചാർട്ടർ എന്ന് പറയുന്ന ആശയം ലോകത്ത് ആദ്യമായി നടപ്പിലാക്കുന്നത് 1991 യുണൈറ്റഡ് കിങ്ഡം ആണ്. ഇന്ത്യയിൽ ഈ ഒരു സിറ്റിസൺ ചാർട്ടറിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്തത് 1997 ഡൽഹിയിൽ വെച്ച് നടന്ന കോൺഫറൻസ് ഓഫ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് വേരിയസ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസിൽ വെച്ചിട്ടാണ്. സിറ്റിസൺ ചാർട്ടർ എന്ന് പറയുന്നത് ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് അല്ല. ഇതെന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഇന്റർനാഷണൽ വിഭാഗമാണ്. അതിൽ ആദ്യത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിനെ പ്രശംസിച്ച് UNDP ഒരു റിപ്പോർട്ട് പുറത്തിറക്കി. ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാം ആൻഡ് അപ്രൈസൽ എന്നാണ് UNDP, അതായത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പുറത്തിറക്കിയ ഈ ഒരു റിപ്പോർട്ടിന്റെ പേര്. അപ്പൊ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്നാണ്. ഇതിനായി UNDP 5 കീ സെക്ടേഴ്സിലുള്ള 49 ഇൻഡിക്കേറ്റേഴ്സിനെയാണ് അനലൈസ് ചെയ്തത്. ഈ 5 കീ സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ ആൻഡ് വാട്ടർ റിസോഴ്സസ്, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നിവയാണ്. ഇനി എന്താണ് ഈ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാം? അതായത് വളരെ പൂവർ സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് പ്രദർശിപ്പിക്കുന്ന ഇന്ത്യയിലെ ജില്ലകളെയാണ് നമ്മൾ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ജില്ലകളിൽ നടത്തുന്ന ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ ഇന്ത്യയുടെ പൊതുവായൊരു ഇംപ്രൂവ്മെന്റിലേക്ക് നയിക്കും. ഇപ്പൊ 2018 നരേന്ദ്രമോദിയാണ് ഈ ഒരു ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. 28 സംസ്ഥാനങ്ങളിൽ നിന്നായി ആകെ 117 ജില്ലകളെയാണ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിന്റെ മേൽനോട്ടം വഹിക്കുന്നത് നീതി ആയോഗാണ്. അടുത്ത ഒരു വാർത്ത എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അതായത് ILO വേൾഡ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് 2021 റിപ്പോർട്ട് പുറത്തിറക്കി. ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഗ്ലോബൽ അൺഎംപ്ലോയ്മെന്റ് 2022 205 മില്യനായി ഉയരുമെന്നാണ് പറയുന്നത്. 2019 ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത് 187 മില്യൺ ആയിരുന്നു. ലോകത്താകമാനം ഏതാണ്ട് 100 മില്യൺ വർക്കേഴ്സിനെ COVID-19 എന്ന് പറയുന്ന മഹാമാരി പട്ടിണിയിലേക്ക് തള്ളിവിട്ടു. ഏതാണ്ട് 108 മില്യൺ വർക്കേഴ്സ് ഇപ്പോൾ എക്സ്ട്രീം അല്ലെങ്കിൽ മോഡറേറ്റ്ലി പൂർ ആണ്. അതായത് അവര് വേൾഡ് ബാങ്ക് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള പോവർട്ടി ലൈനായ $3.2 പെർ ഡേയേക്കാളും താഴെയാണ്. അതുപോലെ 2020-21 അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് 6.3% ആയിരിക്കും. 2021-22 ഇത് 5.7% താഴും. വുമൺ എംപ്ലോയ്മെന്റ് 5% ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പുരുഷന്മാരിൽ ഈ ഒരു ഡ്രോപ്പ് എന്ന് പറയുന്നത് 3.9%. 2020 8.8% ഗ്ലോബൽ വർക്കിംഗ് അവേഴ്സ്, ഏതാണ്ട് 255 മില്യൺ ഫുൾ ടൈം ജോബിന് സമാനമായ വർക്കിംഗ് അവേഴ്സ് ഗ്ലോബലി നമുക്ക് നഷ്ടമായി. അടുത്ത വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യ യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിലേക്ക് ഇലക്ട് ചെയ്യപ്പെട്ടു. 2020-24 പീരീഡിലേക്കാണ് ഇന്ത്യയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഏഷ്യ പസഫിക് കാറ്റഗറിയിലാണ് ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയെ കൂടാതെ അഫ്ഗാനിസ്ഥാൻ, കസാഖിസ്ഥാൻ, ഒമാൻ എന്നീ രാജ്യങ്ങളുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 2022 ജാനുവരി 1 മുതലായിരിക്കും ഇന്ത്യ ഇതിൽ മെമ്പർ ആയിരിക്കുന്നത്. അടുത്ത വാർത്ത എന്ന് പറയുന്നത് ബിറ്റ്കോയിനെ ലീഗൽ ടെൻഡറായി അഡോപ്റ്റ് ചെയ്യുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായിട്ട് എൽ സാൽവദോർ മാറി എന്നുള്ളതാണ്. ഇപ്പോഴത്തെ എൽ സാൽവദോറിന്റെ ഒഫീഷ്യൽ കറൻസി എന്ന് പറയുന്നത് US$ ആണ്. അപ്പോൾ ഈ $, പോലെ തന്നെ ഒരു ഔദ്യോഗിക കറൻസി ആയിരിക്കും ബിറ്റ്കോയിനും ഇനി മുതൽ എൽ സാൽവദോറിൽ. 2019 വേൾഡ് ബാങ്കിന്റെ ഡേറ്റ അനുസരിച്ച് എൽ സാൽവദോറിലേക്കുള്ള ബിറ്റ്കോയിൻ റെമിറ്റൻസ് എന്ന് പറയുന്നത് $6 ബില്യൺ ആണ്. അപ്പൊ ഇത് മറ്റു രാജ്യങ്ങളെക്കാളൊക്കെ വളരെയധികം കൂടുതലാണ്. ഇനി എന്താണ് ബിറ്റ്കോയിൻ എന്ന് നോക്കാം. ലോകത്താകെ അനേകതരം ക്രിപ്റ്റോ കറൻസികൾ, അതായത് വെർച്വൽ കറൻസികൾ നിലവിലുണ്ട്. അതിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു കറൻസിയാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. 2009 സതോഷി നകാമോട്ടോ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു ബിറ്റ്കോയിൻ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ലോകത്താകെ മൊത്തം 21 മില്യൺ ബിറ്റ്കോയിൻസ് മാത്രമേ മൈൻ ചെയ്യപ്പെടുകയുള്ളൂ. അതുപോലെ ഈ ക്രിപ്റ്റോ കറൻസികളെ നമ്മൾ നിർമ്മിക്കുന്ന രീതിയാണ് മൈനിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ളതല്ല. ഇതിലെ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചാണ്. അടുത്ത വാർത്ത എന്ന് പറയുന്നത് USA, UK ഗവൺമെന്റുകൾ ചേർന്ന് ഒരു ന്യൂ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചു. ഇംഗ്ലണ്ടിലെ കോൺവെല്ലിൽ വെച്ച് നടന്ന G7 സമ്മിറ്റ് 2021 വെച്ചിട്ടാണ് ഈ ഒരു ചാർട്ടർ ഒപ്പുവെച്ചത്. അപ്പോൾ എന്താണ് ഈ ന്യൂ അറ്റ്ലാന്റിക് ചാർട്ടർ 2021? UK പ്രൈം മിനിസ്റ്റർ ബോറിസ് ജോൺസണും USA പ്രസിഡന്റ് ജോ ബൈഡനും ചേർന്ന് ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് ന്യൂ അറ്റ്ലാന്റിക് ചാർട്ടർ 2021.
ഇതൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്. അതായത് പൊതുവായ ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ UK-യും USA-യും ഒരുമിച്ച് നിൽക്കുമെന്നും ഇന്റർനാഷണൽ ഓർഡേഴ്സ് പാലിക്കുമെന്നുമെല്ലാമുള്ള പ്രോമിസസ് ആണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്. ഈ പുതിയ ട്രീറ്റി പ്രിൻസിപ്പിൾസ് ഓഫ് സോവേണിറ്റി, ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി, പീസ്ഫുൾ റെസൊല്യൂഷൻ ഓഫ് ഡിസ്പ്യൂട്ട്സ് എന്നിവയ്ക്ക് ഊന്നൽ കൊടുക്കുന്നു. ഓൾസോ ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി എന്നിവയെയും ഈ ഒരു ട്രീറ്റി പരിഗണിക്കുന്നുണ്ട്. നമ്മൾ ഈ ന്യൂ അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇതിനു മുമ്പ് ഒരു അറ്റ്ലാന്റിക് ചാർട്ടർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. അത് 1941 ആദ്യത്തെ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവയ്ക്കുന്നത്. 1941 വിൻസ്റ്റൺ ചർച്ചിൽ, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് എന്നിവർ ചേർന്നിട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ 1941. ജനാധിപത്യത്തോടും ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയോടുമുള്ള വെസ്റ്റേൺ കമ്മിറ്റ്മെന്റിന്റെ ഒരു പ്രഖ്യാപനമായിരുന്നു 1941 ഈ അറ്റ്ലാന്റിക് ട്രീറ്റി. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഇക്കോണമി എന്ന് പറയുന്ന വിഭാഗമാണ്. അതിൽ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നീതി ആയോഗ് സെൻട്രൽ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നീ 2 പബ്ലിക് സെക്ടർ ബാങ്കുകളെ പ്രൈവറ്റൈസ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തു എന്നുള്ളതാണ്. 2021-22 യൂണിയൻ ബജറ്റിൽ പ്രഖ്യാപിച്ച ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഒരു റെക്കമെൻഡേഷൻ. യൂണിയൻ ബജറ്റ് 2021-22 അനുസരിച്ച് 2 പബ്ലിക് സെക്ടർ ബാങ്കുകളെയും ഒരു ജനറൽ ഇൻഷുറൻസ് കമ്പനിയെയും പ്രൈവറ്റൈസ് ചെയ്യുമെന്ന് ഫിനാൻസ് മിനിസ്റ്റർ പ്രഖ്യാപിച്ചിരുന്നു. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ന്യൂ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് പോളിസി അനുസരിച്ചാണിത്. അപ്പൊ ഇതുപ്രകാരം 2021-22 ഫിസ്കലിൽ 1.75 ലക്ഷം കോടി രൂപയുടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് ആണ് യൂണിയൻ ബജറ്റ് 2021 മുന്നോട്ട് വയ്ക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ദീപം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സിന് നേതൃത്വം നൽകുന്നത്. അടുത്ത ഒരു വാർത്ത എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ COVID-19 പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കവച് പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഒരു സ്കീം ലോഞ്ച് ചെയ്തു. COVID-19 ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഈ ഒരു സ്കീം പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കവച് പേഴ്സണൽ ലോൺ വഴി കസ്റ്റമേഴ്സിന് 25,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ കൊളാറ്ററൽ ഫ്രീ ലോൺ അവൈൽ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 8.5% ആയിരിക്കും. ഇതിന് 5 വർഷത്തെ തിരിച്ചടവ് കാലാവധി ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈ ആണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന വിഭാഗമാണ്. അതിൽ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് SpaceXന്റെ ഡ്രാഗൺ ക്യാപ്സൂൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ സ്ക്വിഡ്സ്, ചില മൈക്രോ ഓർഗാനിസംസ് എന്നിവയെ ഡെലിവർ ചെയ്തു എന്നുള്ളതാണ്. SpaceX ഡെവലപ്പ് ചെയ്ത ഡ്രാഗൺ ക്യാപ്സൂളിലാണ് ഇവയെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഫാൽക്കൺ 9 റോക്കറ്റ് ആണ് ഇതിനായിട്ട് ഉപയോഗിച്ചത്. SpaceXന്റെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള 22ാമത്തെ സപ്ലൈ മിഷനാണിത്. അപ്പോൾ ഈ ഒരു മിഷനിൽ 20,000 ടാർഡിഗ്രേഡ്സ് അല്ലെങ്കിൽ വാട്ടർ ബിയേഴ്സ് എന്നറിയപ്പെടുന്ന സൂക്ഷ്മജീവികളും ബയോലൂമിനസെന്റ് ബോബ്ടെയിൽ സ്ക്വിഡ്സും ആണ് ഡെലിവർ ചെയ്തത്. അപ്പോൾ ഇവയെ ബഹിരാകാശത്ത് വെച്ച് നടക്കുന്ന വിവിധ പരീക്ഷണങ്ങൾക്കായിട്ട് ശാസ്ത്രജ്ഞർ ഉപയോഗിക്കും. അതുപോലെ SpaceXന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കാലിഫോർണിയ ആണ്. അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് ചൈനയുടെ ആർട്ടിഫിഷ്യൽ സൺ 120 മില്യൺ ഡിഗ്രി സെൽഷ്യസിൽ റൺ ചെയ്ത് ഒരു പുതിയ വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചു. ചൈനയുടെ എക്സ്പെരിമെന്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്ടിംഗ് ടോക്കാമക് അഥവാ ഈസ്റ്റ് ആണ് ഈ ഒരു പുതിയ വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചത്. ഈ ഒരു സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ സൺ എന്നുള്ളത്. 120 മില്യൺ ഡിഗ്രി സെൽഷ്യസ് അഥവാ 288 മില്യൺ ഡിഗ്രി ഫാരൻഹൈറ്റ് ആണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ സൺ 101 സെക്കൻഡ് നേരത്തേക്ക് പ്രവർത്തിച്ചത്. ആർട്ടിഫിഷ്യൽ സൺ സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രവർത്തനത്തെ റെപ്ലിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചൈനയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാസ്മ ഫിസിക്സ് ഓഫ് ദി ചൈനീസ് അക്കാഡമി ഓഫ് സയൻസിലാണ് ഈ ഒരു പരീക്ഷണം നടന്നത്. അടുത്ത ഒരു വാർത്ത എന്ന് പറയുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസി വീനസിലേക്ക് എൻവിഷൻ എന്ന് പറയുന്ന ഒരു പുതിയ മിഷൻ പ്രഖ്യാപിച്ചു. നാസയുടെ കൂടെ സഹായത്തോടെ ആയിരിക്കും ഒരു മിഷൻ നടത്തുന്നത്. അതുപോലെ നേരത്തെയുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ തന്നെ മിഷനായ വീനസ് എക്സ്പ്രസിന്റെ തുടർച്ചയായിട്ടായിരിക്കും ഈ ഒരു എൻവിഷൻ ലോഞ്ച് ചെയ്യുക. വീനസ് എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ഒരു ഹോളിസ്റ്റിക് വ്യൂ ലഭിക്കുന്നതിനായിട്ട് വീനസിനെ വലം വെക്കുകയാണ് ഈ ഒരു മിഷന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. സോളാർ സിസ്റ്റത്തിന്റെ ഹാബിറ്റബിൾ സോണിൽ ആയിരുന്നിട്ടും എങ്ങനെ ഭൂമിയും വീനസും ഇത്ര വ്യത്യസ്തമായി രൂപമെടുത്തു എന്ന് കണ്ടെത്തുകയാണ് ഇതിലൂടെ ശാസ്ത്രജ്ഞരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. 2030 എൻവിഷൻ പ്രോഗ്രാം ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത്. നമ്മളിവിടെ സംസാരിച്ച എല്ലാ കറണ്ട് അഫയേഴ്സിന്റെയും ഒരു ഡീറ്റെയിൽഡ് PDF വേർഷൻ നമ്മുടെ KS മെന്ററിന്റെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.